നമസ്കാരം. ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നിലവിൽ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുന്ന ഇന്റർനാഷണൽ ടീം ഏതാണ് എന്ന് ചോദിച്ചാൽ ആർക്കും സംശയമൊന്നും കൂടാതെ ഉത്തരം പറയാൻ കഴിയും. അത് അർജന്റീനയാണ് എന്നുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷക്കാലമായി മികച്ച പ്രകടനമാണ് അർജന്റീന നടത്തുന്നത്. നിലവിലെ വേൾഡ് കപ്പ് ജേതാക്കൾ അവരാണ്. കൂടാതെ ലോക റെക്കോർഡ് കുറിച്ച ഒരു അപരാജിത കുതിപ്പ് അവർ നടത്തിയിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ പ്രവേശിക്കാൻ അർജന്റീനക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും ഒക്കെ ഉപരി ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് അർജന്റീനയാണ്. ഒരുപാട് കാലമായി ആ ഒരു സ്ഥാനം ഇപ്പോൾ അവർ മറ്റാർക്കും വിട്ടു നൽകുന്നില്ല. ഏതായാലും അർജന്റീനയുടെ ചില അത്ഭുതപ്പെടുത്തുന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടെ അർജന്റീന പങ്കെടുത്തത് 8 ഇന്റർനാഷണൽ ടൂർണമെന്റുകളിലാണ്. അതിൽ 6 ഇന്റർനാഷണൽ ടൂർണമെന്റുകളിലും അർജന്റീന ഫൈനലിൽ എത്തിയിട്ടുണ്ട്. നായകൻ ലയണൽ മെസ്സിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്രയധികം ഫൈനലുകൾ അർജന്റീന കളിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനിടെ സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ അർജന്റീനക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഇത്. 2014 ബ്രസീലിൽ വെച്ചുകൊണ്ട് നടന്ന വേൾഡ് കപ്പിൽ നിന്നും തുടങ്ങാം. അന്ന് അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. പക്ഷെ ജർമ്മനിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് അർജന്റീന പരാജയപ്പെട്ടു. അങ്ങനെ ആ ഒരു വേൾഡ് കപ്പ് നഷ്ടമായി. 2015 കോപ്പ അമേരിക്കയിലും 2016 കോപ്പ അമേരിക്കയിലും അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. പക്ഷെ കിരീടം നേടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ചിലി ആയിരുന്നു അവർക്ക് തടസ്സമായി കൊണ്ട് ഇവിടെ നിലകൊണ്ടിരുന്നത്. പിന്നീട് 2018 വേൾഡ് കപ്പിൽ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അർജന്റീനക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഫ്രാൻസിനോട് പരാജയപ്പെട്ടുകൊണ്ട് പ്രീ ക്വാർട്ടറിൽ അവർ പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത്. 2019 കോപ്പ അമേരിക്കയിൽ സെമിയിൽ വരെ എത്താൻ അർജന്റീനക്ക് സാധിച്ചിരുന്നു. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ബ്രസീലിനോട് സെമിയിൽ പരാജയപ്പെട്ടുകൊണ്ട് അർജന്റീന പുറത്താവുകയും ചെയ്തു. എന്നാൽ 2021 കോപ്പ അമേരിക്കയിൽ ഇതിന് പ്രതികാരം തീർക്കാൻ അർജന്റീനക്ക് സാധിച്ചു. മാരക്കാനിൽ വെച്ച് നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കിരീടം നേടി എന്നുള്ളതാണ്. 2022 വേൾഡ് കപ്പ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അർജന്റീന ഫൈനലിൽ എത്തി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടി. 2024 കോപ്പ അമേരിക്കയിൽ ഇപ്പോൾ അർജന്റീന ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. എതിരാളികൾ കൊളംബിയയാണ്. വരുന്ന തിങ്കളാഴ്ച പുലർച്ചെയാണ് ഈ ഒരു കലാശ പോരാട്ടം നടക്കുക. ഇതിന്റെ കൂട്ടത്തിൽ ഫൈനലിസിമ കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ഇറ്റലിയെ യൂറോ കപ്പ് ജേതാക്കളായ ഇറ്റലിയെ പരാജയപ്പെടുത്തിയത് അതും ഒരു കിടിലൻ വിജയമായിരുന്നു. അങ്ങനെയാണ് ഫൈനലിസിമ കിരീടം അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. ചുരുക്കത്തിൽ അർജന്റീനയുടെ ഒരു സർവാധിപത്യമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിർഭാഗ്യം കൊണ്ട് ഒരുപാട് ഫൈനലുകൾ അവർ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ആ നിർഭാഗ്യമൊക്കെ മാറിയിട്ടുണ്ട്. ഒരു കിടിലൻ മുന്നേറ്റമാണ് അർജന്റീന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.